അസ്സലാമലൈക്കും. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് കേക്കാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഞാൻ ഇതിനു മുൻപ് ക്യാരറ്റ് കേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്കൊന്ന് കുറച്ചു പേര് കണ്ടിട്ടില്ലാന്ന്. എൻ്റെ അടുത്ത് കുറേ പേര് ഇപ്പോൾ ക്യാരറ്റ് കേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് എല്ലാവരും റിപ്ലൈ തരണം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ക്യാരറ്റ് കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു സൈസിൽ, അതായത് മീഡിയം സൈസിൽ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിപ്പമുള്ള ക്യാരറ്റ് ആണെങ്കിൽ 2 എടുത്താൽ മതിയാകും. പിന്നെ വേണ്ടത് ഒരു ഓറഞ്ചാണ്. ഈ ഓറഞ്ചിൻ്റെ നീരാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് മാറ്റാം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പീൽ ചെയ്ത് മാറ്റിയേക്കണം. ഇനി ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓറഞ്ച് ഞാനിവിടെ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓറഞ്ചിൻ്റെ നീര് നമുക്കെടുക്കാം. ഒരു ഓറഞ്ചിൻ്റെ നീര് മതിയാകും, ഇത്രയും മതിയാകും. നമ്മൾ ഈ ഗ്രേറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലത്തെ ചെറിയ സൈഡ് വേണം നമ്മൾ എടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കുമ്പം നമുക്കിത് കുറച്ച് വലിപ്പം കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു സിസർ എടുത്തിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ഇത് ചെറുതാക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഇതുപോലെ ഒരു അരിപ്പെടുത്ത് അരിപ്പ് വെച്ച ശേഷം ഞാനിവിടെ 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് അരിച്ച് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വിസ്ക് കൊണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. മറ്റൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുക്കുന്നത്. ഈ 4 മുട്ടയും ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കൊരു ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്ക് ഹാൻഡ് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്ത് ഉണ്ടാക്കിയ കേക്കിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ അത് നോക്കി ഇത് തയ്യാറാക്കിയെടുത്താൽ മതി. ഇനി ഈ മുട്ട നമുക്ക് ഈ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം സ്ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനുള്ളത്. പതിയെ പതിയെ നമ്മൾ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. ഇത് ബീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് എടുക്കുക. അപ്പം ഞാനിത് നമ്മൾ ഈ കേക്കിലേക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ബീറ്റ് ചെയ്യുന്ന അനുസരിച്ച് കുറേശ്ശെ ഇട്ടിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് വരും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. നമ്മൾ എങ്ങനെയാണോ ഇത് അതായത് ബീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ആ കേക്കിൻ്റെ ടെക്സ്ചർ. അപ്പം നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്നതിലും മിക്സ് ചെയ്യുന്നതിലുമാണ് ഇരിക്കുന്നത്. അതുപോലെ കേക്കിന് മെഷർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ ഇതിൽ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ പൊടിച്ച പഞ്ചസാര എടുത്ത കപ്പാണ്. ഇത് ഞാൻ വാഷ് ചെയ്യുന്നൊന്നുമില്ല. ഇതിലേക്ക് തന്നെയാണ് ഞാൻ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച ശേഷം വീണ്ടും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും മതിയാകും.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓയിൽ ഒഴിച്ച ശേഷം അധിക നേരം ഇത് ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്യേ ആവാവൂ. ഈ ബീറ്റർ ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാനാണ്. ഇതിൽ മറ്റ് എസൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ അരിച്ച് വെച്ചിരിക്കുന്ന മൈദാമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ചിടരുത്, ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനുള്ളത്. കട്ടയില്ലാതെ ഇതിനുള്ളിൽ പത അടങ്ങാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു സ്പാച്ചിലുണ്ട്, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് ഓയിൽ പുരട്ടിയ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ബേക്ക് ചെയ്യേണ്ട ബേക്കിംഗ് ടിൻ എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വശങ്ങളിലേക്ക് നല്ലതുപോലെ ഓയിൽ എത്തത്തക്ക രീതിയിൽ വേണം നമ്മളിത് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് ഈസി ആയിട്ട് കേക്ക് ഇളകി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈസി ആയിട്ട് ഇളകി കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടി പിടിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനുള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് കുറച്ച് റൈസിൻസും കാഷ്നട്ടും കൂടി ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ കുറച്ച് റൈസിൻസ് എടുത്തിട്ടുണ്ട്, അതും കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കണം. ഇതിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ശേഷം ഞാനിത് ഇളക്കി കൊടുക്കില്ല കേട്ടോ. കുറച്ചൊരു കളറിന് വേണ്ടി ഞാനിവിടെ ഒരു ബ്ലാക്ക് റൈസിൻസ് എടുത്തിട്ടുണ്ട്. കാഷ്നട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇത്രയും മതിയാകും. ഇനി ഞാനിത് 180 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. 40 മിനിറ്റ് ആകുമ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. റെഡി ആയിട്ടില്ലെങ്കിലാണ് 5 മിനിറ്റും കൂടി വെക്കുന്നത്. നമ്മളുടെ കേക്ക് ടിന്നിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ബേക്കിംഗ് ടൈം തീരുമാനിക്കുന്നത്. ഞാൻ ഇത് ഓവനിലേക്ക് മാറ്റുവാണ്. അതുപോലെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ എപ്പോഴും ഓവൻ്റെ സെൻറ്ററിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓവൻ ഓപ്പൺ ചെയ്യരുത്. എനിക്ക് ഉറപ്പാണ് 40 മിനിറ്റ് എന്തായാലും എടുക്കും ഇത് ബേക്ക് ആവാനായിട്ട്. അപ്പം 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കും ഇത് ബേക്ക് ആയിട്ടുണ്ടോയെന്ന്. വീണ്ടും ടൈം വേണമെങ്കിൽ മാത്രമാണ് 5 മിനിറ്റും കൂട്ടിയിട്ട് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത്. എന്തായാലും 40 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ പറയാം എത്ര മിനിറ്റായി നമ്മളുടെ കേക്ക് ബേക്ക് ആവാനെന്ന്. ഇപ്പം ഓവൻ ഓഫായിരിക്കുകയാണ്. ഞാൻ 40 മിനിറ്റിൽ നോക്കിയപ്പോൾ കേക്ക് റെഡി ആയിട്ടില്ലായിരുന്നു. ടോട്ടൽ ഞാൻ 45 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് ഇവിടെ റെഡിയായോ എന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഇനി പുറത്തേക്ക് എടുക്കുവാണ്. കേക്ക് റെഡിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ക്യൂറുണ്ട്, ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കുവാണ്. താഴ്ത്തി കുത്തണം കേട്ടോ. കണ്ടോ, സ്ക്യൂർ നല്ല ക്ലിയർ ആയിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം കേക്ക് ഇവിടെ റെഡിയായെന്നാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഈ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാവൂ. തണുക്കാതെ നമ്മൾ ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേക്ക് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നല്ലതുപോലെ തണുക്കട്ടെ. കേക്ക് ഇവിടെ തണുത്തിട്ടുണ്ട്. ഞാനിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്.
സൈഡിലോ അടിക്കോ ഒന്നും പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഈ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ബട്ടർ പേപ്പർ ഈ കേക്കിൽ നിന്ന് മാറ്റുവാൻ സാധിക്കും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് ഈ കേക്ക്. ഇത് ഞാൻ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയും വളരെ സോഫ്റ്റും ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. കുറച്ച് മോയിസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് ഇത്. കണ്ടോ, നിസാർക്കാക്ക് ഞാൻ കുറച്ച് കൊടുത്തു, കുറച്ച് ഞാൻ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ആണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാമേ. ശരിക്കും ആ നട്ട്സും ആ റൈസിൻസും ഒക്കെ ചേർന്നിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ തരണം കേട്ടോ. ഇത് നമ്മൾ കഴിച്ചാലും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കാണിച്ച അതേ അളവിൽ അതേ ടെമ്പറേച്ചറിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരണം. പിന്നെ ഈ ടെമ്പറേച്ചറിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പം ചിലരുടെ ഓവൻ ചെറുതായിരിക്കാം. അപ്പോൾ അതനുസരിച്ച് ടെമ്പറേച്ചർ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പം ഓരോരുത്തർക്ക് അറിയാൻ പറ്റുമല്ലോ അവരുടെ ഓവനിൽ എത്ര ചൂടിൽ വെച്ചാലാണ് അത് കറക്റ്റായിട്ട് വരുന്നതെന്ന്. അപ്പം നമുക്കൊരു നോർമൽ ഒരു ഇതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ്സ് ആണ് ഇപ്പം നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്.